ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരി പെരി അൽഫാം ഗ്രില്ലഡ് ചിക്കൻ ആയിട്ടാണ്. ഇവിടെ ഞാൻ 2 കിലോൻ്റെ കോഴി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് മസാലപ്പൊടി റെഡിയാക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരക, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 പട്ട, 2 കരാമ്പ്, 2 ഏലക്കം കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചൂടാറാൻ വെക്കുക. 4 വത്തലമുളകും കൂടി ഫ്രൈ ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ കൂടെ പൊടിച്ചെടുക്കുന്നതാണ്. മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ച് വരാം. ഒരു പൊടി റെഡിയാണ്. ഇനി നമുക്ക് മസാല കൂടി റെഡിയാക്കാം. ഇവിടെ ഞാൻ 7 ഉള്ളി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, മീഡിയം സൈസിൻ്റെ സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി എടുത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി വരാം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട്. ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് വെച്ച മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില പുതിനയില പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച് അതും കൂടി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മസാല റെഡിയാണ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ചിക്കൻ പീസ് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. ഇവിടെ ഞാൻ കണൽ റെഡിയാക്കിയിട്ടുണ്ട്. ചിരട്ട കൊണ്ട് കണൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടൊമാറ്റോ സോസും മുളകും പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേച്ച് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അൽഫാം റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ.